ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. നല്ല പഞ്ഞി പോലെയുള്ള നല്ല ഹൈറ്റുള്ള ഒരു കേക്ക്. ഇതിന് 1-2 ടിപ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എഗ് വൈറ്റും എഗ് യോക്കും. ഇനി എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ എഗ് വൈറ്റിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യാം. ആദ്യം വിനെഗർ മാത്രം ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ 1/4 കപ്പ് ഷുഗറിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർക്കാം. ടോട്ടൽ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പ് നമുക്ക് എഗ് വൈറ്റിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യണം. 1/4 കപ്പ് 2 തവണയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാം. ബാക്കി 1/4 കപ്പ് ഷുഗർ നമ്മൾ എഗ് യോക്കിൻ്റെ കൂടെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി ഷുഗറും കൂടി ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പിൻ്റെ ബാക്കി. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എഗ്ഗ് തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ മുട്ടയായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച മുട്ടയായിരിക്കണം. അപ്പം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന 1/4 കപ്പ് ഷുഗർ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർക്കാൻ. ഇളം ചൂടുണ്ടെങ്കിലും നല്ലതാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇളം ചൂടുള്ള പാല് ചേർക്കുമ്പോഴത്തേക്ക് ഈ എഗ് യോക്കിൻ്റെ ഒട്ടും മുട്ടയുടെ മണം വരാതെ ഇരിക്കും. അപ്പം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എഗ് ബാറ്റർ എഗ് വൈറ്റ്സിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇനി വേറൊരു ബൗളിൽ, ഒരു ഉണങ്ങിയ ബൗളിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, കേക്ക് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് എഗ് ബാറ്ററിലേക്ക് ചേർത്ത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും പൊടികളൊന്നും കാണാത്ത രീതിയിൽ ഇത് മുഴുവൻ മിക്സ് ആകുന്നത് പോലെ മെല്ലെ അടിയിൽ നിന്നിങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒട്ടും ഇതിൻ്റെ പതയടങ്ങാതെ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിൽ ചേർക്കാൻ പറ്റും. ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മെല്ലെ നമുക്കിതൊന്ന് മുഴുവൻ മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഐസിങ് ചെയ്യാനും ഒക്കെ ആവശ്യത്തിനുള്ള നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ്. ഞാനിവിടെ 7 ഇഞ്ച് പാനാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം.
എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലൊരു 40 മുതൽ 50 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടും. ഇതിൽ ഒരു ഗ്ലാസ്സിലോ ഒരു വലിയ ബൗളിലോ 1 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഒട്ടും സ്ക്രാച്ചൊന്നും വീഴാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചും ഇതുപോലെ തന്നെ ചൂടുവെള്ളം വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, നല്ല ലൈറ്റായിട്ടുള്ള, നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.